തിരുവനന്തപുരത്ത് ചികിത്സ കിട്ടാതെ പ്രസവത്തിനിടെ അമ്മയും കുഞ്ഞും മരിച്ച സംഭവത്തിൽ പോലീസ് കേസെടുത്തു. ഭീമാപ്പള്ളിയിൽ ക്ലിനിക് നടത്തുന്ന വെഞ്ഞാറമൂട് സ്വദേശി ഷിഹാബാണ് പെൺകുട്ടിയെ ചികിത്സിച്ചത്. പെൺകുട്ടിയുടെ ഭർത്താവ് ആരോഗ്യ പ്രവർത്തകരോട് മോശമായി പെരുമാറിയെന്നും പോലീസ് പറഞ്ഞു. വിവരങ്ങളുമായി എസ് ശാലിനി ചേരുന്നുണ്ട്. ശാലിനി, വിശദാംശങ്ങൾ. കഴിഞ്ഞ ദിവസമാണ് തിരുവനന്തപുരത്ത് ചികിത്സ കിട്ടാതെ പ്രസവത്തിനിടെ അമ്മയും കുഞ്ഞും മരിച്ച സംഭവത്തിൽ ഇപ്പോൾ പോലീസ് കേസെടുത്തിരിക്കുന്നത്. ഭീമാപ്പള്ളിയിൽ ക്ലിനിക്ക് നടത്തുന്ന വെഞ്ഞാറമൂട് സ്വദേശി ഷിഹാബാദിന് ആണ് പെൺകുട്ടിയെ ചികിത്സിച്ചിരുന്നത്. പെൺകുട്ടിയുടെ ഭർത്താവ് ആരോഗ്യ പ്രവർത്തകരോടക്കം മോശമായി പെരുമാറിയെന്നും പോലീസ് പറയുന്നുണ്ട്. എസ് ശാലിനി ചേരുന്നുണ്ട്. ശാലിനി, മറ്റു വിവരങ്ങൾ എന്തൊക്കെയാണ് ഈ വാർത്തയുമായി ബന്ധപ്പെട്ട്? ആതിര, ഇന്നലെ രാത്രിയോട് കൂടിയാണ് തിരുവനന്തപുരം ഈ പെൺകുട്ടി മരിക്കുന്നത്. പ്രസവത്തെ തുടർന്നുള്ള മരണം എന്നുള്ളതായിരുന്നു ആദ്യഘട്ടങ്ങളിൽ പുറത്തു വന്നത്. പൂങ്കറ സ്വദേശി എന്നുള്ളതായിരുന്നു നമുക്ക് ലഭ്യമായിട്ടുള്ള ആദ്യ വിവരം. പെൺകുട്ടിയും ഒപ്പം തന്നെ പ്രസവത്തിന് ശേഷം കുഞ്ഞും മരിച്ചു എന്നുള്ളതായിരുന്നു വാർത്ത. തൊട്ട് പിന്നാലെയാണ് ഈ സംഭവവുമായി ബന്ധപ്പെട്ട് ചില ദുരൂഹതകൾ പോലീസിന് തോന്നിയത്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് തിരുവനന്തപുരം നേമം പോലീസ് അന്വേഷണം വ്യാപകമാക്കിയത്. ഇതേ തുടർന്നാണ് ഇപ്പോൾ ഈ പെൺകുട്ടിയുടെ ഭർത്താവ് എന്ന് പറയപ്പെടുന്ന നയാസിന് ഈ മരണവുമായി ചില ബന്ധങ്ങളുണ്ട് എന്നുള്ള തെളിവുകളും വിവരങ്ങളും പുറത്തു വരുന്നത്. നേമം പോലീസിന്റെ അന്വേഷണം ഇപ്പോഴും തുടരുകയാണ്. നയാസിന്റെ ഭാര്യയായ ഷമീറയും കുഞ്ഞും പ്രസവത്തിനിടെ മരിച്ചതിൽ ചില ആരോഗ്യ പ്രവർത്തകരോടക്കം നയാസ് മോശമായി പെരുമാറിയെന്ന് ഇപ്പോൾ പോലീസ് തന്നെ വ്യക്തമാക്കുകയാണ്. ആധുനിക ചികിത്സകളൊന്നും നൽകാതെ വീട്ടിൽ തന്നെ പ്രസവിക്കാൻ ഭർത്താവ് നയാസ് നിർബന്ധിച്ചിരുന്നു എന്നുള്ളതാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരങ്ങൾ. ഇപ്പോൾ ഈ പെൺകുട്ടിയുടെയും കുഞ്ഞിന്റെയും മൃതദേഹം തിരുവനന്തപുരത്ത് ഒരു സ്വകാര്യ ആശുപത്രിയിലാണ് ഉള്ളത്. പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷം മാത്രമാകും ബന്ധുക്കൾക്ക് ഈ പെൺകുട്ടിയുടെ മൃതദേഹം വിട്ടുകൊടുക്കുക എന്നുള്ളതാണ് അറിയാൻ സാധിക്കുന്നത്. ഒപ്പം തന്നെ അക്വ പഞ്ചർ ചികിത്സ ഉൾപ്പെടെ പെൺകുട്ടിക്ക് നൽകിയിരുന്നു എന്നുള്ളതാണ് ഇപ്പോൾ പോലീസ് വ്യക്തമാക്കുന്നത്. മാത്രമല്ല, പെൺകുട്ടിയെ ചികിത്സിച്ചത് തിരുവനന്തപുരം ഭീമാപ്പള്ളിയിൽ ക്ലിനിക്ക് നടത്തുന്ന വെഞ്ഞാറമൂട് സ്വദേശി ഷിഹാബ് എന്നുള്ളതാണ് പോലീസിന് ലഭ്യമായിട്ടുള്ള വിവരം. ഇയാളെ കേന്ദ്രീകരിച്ചും പോലീസ് ഇപ്പോൾ അന്വേഷണം നടത്തുന്നുണ്ട്. ഏത് സാഹചര്യത്തിലാണ് പെൺകുട്ടി അല്ലെങ്കിൽ യുവതി വീട്ടിൽ തന്നെ പ്രസവിക്കാൻ ഇടയുണ്ടാക്കിയത്, ഒപ്പം തന്നെ മറ്റേതെങ്കിലും തരത്തിലുള്ള ദുരൂഹത ഈ മരണവുമായി ബന്ധപ്പെട്ടുണ്ടോ, ഒപ്പം തന്നെ നിയമപരമായി ഇവർ ഭാര്യ ഭർത്താക്കന്മാരാണോ എന്നതടക്കമുള്ള കാര്യങ്ങൾ ഇപ്പോൾ പോലീസ് പരിശോധിക്കുകയാണ്. എന്തായാലും ഇന്നലെ രാത്രി തന്നെ പോലീസ് നയാസിനെ സ്റ്റേഷനിൽ വിളിപ്പിച്ച് വിശദാംശങ്ങൾ തേടിയിരുന്നു. കൂടുതൽ ചോദ്യം ചെയ്യലുകൾ, മൊഴിയെടുപ്പ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ വരും മണിക്കൂറിൽ ഉണ്ടാകും. എന്തായാലും ദുരൂഹത നീക്കാനുള്ള നടപടിയിലേക്കും ഒപ്പം തന്നെ മരണത്തിൽ നയാസിന്റെ ബന്ധവും കൂടിയാണ് പോലീസ് ഇപ്പോൾ പരിശോധിക്കുന്നത്, അന്വേഷണവും തുടരുന്നത്. ശരി, തിരുവനന്തപുരത്താണ് ചികിത്സ കിട്ടാതെ പ്രസവത്തിനിടെ അമ്മയും കുഞ്ഞും മരിച്ച സംഭവത്തിൽ പോലീസ് ഇപ്പോൾ കേസെടുത്തിരിക്കുന്നത്. ഭീമാപ്പള്ളിയിൽ ക്ലിനിക് നടത്തുന്ന വെഞ്ഞാറമൂട് സ്വദേശി ഷിഹാബാണ് പെൺകുട്ടിയെ ചികിത്സിച്ചത്. പെൺകുട്ടിയുടെ ഭർത്താവ് ആരോഗ്യ പ്രവർത്തകരോട് മോശമായി പെരുമാറിയെന്നും പോലീസ് പറഞ്ഞിട്ടുണ്ട്. വിശദമായ വിവരങ്ങൾ നൽകുകയായിരുന്നു എസ് ശാലിനി തിരുവനന്തപുരത്ത് നിന്നും.